പ്രൈസ് ഗോഡ്. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും ഒരു വട്ടം കൂടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വീണ്ടും നിങ്ങളെ ദൈവത്തിൻ്റെ വചനവുമായി കാണാനും ശുശ്രൂഷിക്കാനും കഴിഞ്ഞത് ഏറ്റവും അനുഗ്രഹമായി കാണുകയാണ്. തുടർമാനമായി ദൈവത്തിൻ്റെ വചനം പഠിക്കാനും കർത്താവിൻ്റെ ആലോചനകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും ആഗ്രഹവും താല്പര്യവും ഉള്ള എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഈ ചാനലിലേക്ക് വന്ദനവും സ്നേഹവും അറിയിച്ച് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും ശക്തമായി നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ്, ഒന്ന് മരണവും, രണ്ട് ജീവനും. 116 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 116 സങ്കീർത്തനം 15 വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ ലോകത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ചില വാക്യങ്ങളിൽ ഒരു വാക്യമാണിത്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമോ വ്യത്യാസമോ ഇല്ല. എന്നാൽ വാസ്തവത്തിൽ 116 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ അഭിഷക്തൻ പറഞ്ഞ വാക്കുകളുടെ പുറകിലുള്ള യഥാർത്ഥ ദൈവിക പദ്ധതി എന്താണ്? യഥാർത്ഥത്തിൽ മരണം വിലയേറിയതായി ദൈവം കാണുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മരണം എന്നുള്ള വസ്തുതയുടെ ആരംഭം പാപം സംബന്ധിച്ചാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏദൻ എന്ന തോട്ടത്തിൽ ആദിമ മനുഷ്യനായ ആദമിനോട് ദൈവം കൽപ്പിച്ചാക്കിയ നിയമത്തെ അവർ ലംഘിക്കുകയും കൽപ്പനാലംഘനം പാപം അവരിൽ വെളിപ്പെടുത്തി പാപത്തിൻ്റെ ശമ്പളമായ മരണം അവർ പ്രാപിക്കുകയും ചെയ്തു. ആത്മീക മരണമാണ് വാസ്തവത്തിൽ ആദമിൽ ഹവ്വയിൽ അന്ന് സംഭവിച്ചത്. അതിൻ്റെ അനന്തരഫലമായി അവർ പാപത്തിൽ വീഴുകയും ഭൗതിക ലോകത്തിൽ അവർ തകർക്കപ്പെടുകയും ഈ ഭൂമിയും ഈ ഭൂതലവും ശാപയോഗ്യമാകുകയും ചെയ്തു. ആ ശാപഭാഗമായി പാപത്തിൻ്റെ പരിണിത ഫലമായി ഭൂമിയിൽ വെളിപ്പെട്ടതാണ് വാസ്തവത്തിൽ മരണം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഈ മരണം എങ്ങനെ ദൈവത്തിന് വിലയേറിയതായി മാറി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗമാണ്. സാധാരണ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചാൽ ഒരു മരണം രണ്ട് രീതിയിലാണ് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്നെങ്കിൽ മരണം ദൈവ സന്ദർശനത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവിക സന്ദർശനത്തിൻ്റെ ഭാഗമായ മരണങ്ങൾ ഒത്തിരി കാണാൻ പറ്റും. ദൈവം ഇടപെട്ടതിൻ്റെ, ദൈവം സന്ദർശിച്ചു എന്നുള്ളതിൻ്റെ. പലപ്പോഴും ദൈവത്തെ അനുസരിക്കാത്ത, കൽപ്പനകളിൽ അനുസരിക്കാത്ത, പിന്തിരിഞ്ഞുപോയ, ഒരിക്കൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് തോന്നി നിന്ന പലരും വലിയ പരാജയത്തിലേക്കും മരണത്തിലേക്കും പോയതായി നമുക്ക് കാണാൻ പറ്റും. അതിൽ രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ദൈവിക സന്ദർശനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മറ്റൊരു ഭാഗം മരണങ്ങൾ ദൈവനാമ മഹത്വത്തിനാണ്. ചില മരണങ്ങൾ ദൈവമഹത്വത്തിനാണ്. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ അതിനോട് സാമ്യതയുള്ളതാണ്. ഈ ദീനം മരണത്തിനല്ല, എന്നാൽ ലാസർ മരണപ്പെട്ടു. യേശുവിൻ്റെ മറുപടി: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ ദൈവഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നുള്ള ആശയത്തിൻ്റെ പ്രസക്തി ഇതിൽ ഏതാണ്? ഞാൻ ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വാസ്തവത്തിൽ മരണം ദൈവത്തിന് ഇത്രയ്ക്ക് വിലയേറിയതായിരുന്നു എങ്കിൽ, ദൈവഭക്തന്മാരുടെ മരണം ദൈവത്തിന് ഇത്രയ്ക്ക് വിലയേറിയതായിരുന്നു എങ്കിൽ, ഭൂമിയിലേക്ക് അവതരിച്ച തൻ്റെ ഓമന പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരണത്തിൽ തുടർന്നാൽ മതിയായിരുന്നു. എന്തുകൊണ്ട്? താൻ മരണത്തെ തകർത്തു ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും അവൻ നമ്മെയും മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്നൊരു വാക്ക് കാണാൻ പറ്റും. രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണ്. ഒരു ഭാഗത്ത് പറയുന്നു മരണം ദൈവത്തിന് വിലയേറിയതാണ്, മറുഭാഗത്ത് അതേ മരണത്തെ യേശു ക്രൂശിൽ തകർത്തു. ദൈവത്തിനത് വിലയേറിയതായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് യേശു മരണത്തെ തകർത്തു? ദൈവവചനത്തിൽ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്നും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ വാക്കുകളുടെ എല്ലാം ആശയം? എന്തു മരണമാണ് തൻ്റെ ഭക്തന്മാരുടേത് വിലയേറിയതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? വാസ്തവത്തിൽ അതിൻ്റെ ഒരു ആത്മീക ആശയം എന്താണ്? ശവസംസ്കാര ശുശ്രൂഷകളിലും മരണ വീടുകളിലുമൊക്കെയാണ് അധികമായി നമ്മൾ ഈ വാചകം കേട്ടിട്ടുള്ളത്. എന്നാൽ നാം കേട്ട ആശയത്തിൽ നിന്ന് വിഭിന്നമാണ്
ദൈവവചനം അതിനകത്തൂടെ നമ്മുടെ മുമ്പിൽ തുറക്കുന്ന ദൈവിക വെളിപ്പാട്. എന്താണ് ദൈവം അതിനകത്ത് അർത്ഥമാക്കുന്നത്? വാസ്തവത്തിൽ പാപത്തിൽ കിടന്ന മനുഷ്യൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ തുടർന്നിരുന്നു. മരണത്തിൽ നിന്ന് അവൻ നമ്മെ ജീവനിലേക്ക് വാസ്തവത്തിൽ പ്രവേശിപ്പിച്ചു. ജീവനിലേക്ക് പ്രവേശിച്ച നാം വാസ്തവത്തിൽ ജീവന്റെ മക്കളായി മാറിയിരിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ ആത്മാവാണ് വാസ്തവത്തിൽ സ്വർഗീയ തലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവ് സ്വർഗീയ തലങ്ങളിൽ ഇരുത്തപ്പെടുകയും നമ്മുടെ ഭൗതിക മനുഷ്യൻ, നമ്മുടെ നമ്മുടെ ദേഹം ഈ ഭൂമിയിൽ തുടരുകയുമാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഇത് തുടരുന്നത് കൊണ്ട് തന്നെയാണ് ആത്മാവിൽ വെളിപ്പെട്ട പല സ്വാധീനങ്ങളും നമുക്ക് ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഉപയോഗിക്കാൻ പൂർണ്ണമായും കഴിയാത്തത്. ആത്മാവിൽ പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, പക്ഷേ ശരീരം കൊണ്ട് പലപ്പോഴും അതിന് പര്യാപ്തമാകുന്നില്ല, കഴിയാതെ വരുന്നു. എന്നാൽ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രയോജനകരമായി മാറാൻ കഴിയാത്ത വിധം നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയ ഒരു പരജീവിയെ പോലെ നമ്മളെ തിന്നുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ സ്വാധീനത്തെയാണ് ജഡം എന്ന് വിളിക്കുന്നത്. ഈ ജഡത്തെ കൊല്ലുക എന്നുള്ളത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമല്ല. അത് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ദൈവവചനത്തിൽ കൂട്ടുപിടിച്ച് നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെ പുറമെയുള്ള മനുഷ്യനെ കാർന്ന് തിന്നുന്ന ജഡത്തെ വേരോടെ ക്രൂശിക്കണം, അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ അതിനെ മരിപ്പിപ്പീൻ, ഭൂമിയിലെ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പൗലോസ് പറയുന്നത്. വാസ്തവത്തിൽ ഈ വചനം ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ, ദൈവിക സ്വാതന്ത്ര്യത്തെയും ദൈവത്തിൻ്റെ നിറവുകളെയും നമ്മുടെ ഭൗതിക തലത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയാത്ത നമ്മുടെ ദേഹത്തിലും നമ്മുടെ ദേഹിയിലും നിലനിൽക്കുന്ന ജഡത്തെ മരിപ്പിക്കുക എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ജഡത്തെ മരിപ്പിക്കുന്ന ഈ മരണത്തെയാണ് വാസ്തവത്തിൽ ദൈവത്തിന് വിലയേറിയതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവിലുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ ആത്മാവിൽ അനുവദിക്കപ്പെട്ട ദൈവിക നിറവ്, നമ്മുടെ ആത്മാവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക ഒഴുക്ക്, നമ്മുടെ ആത്മാവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക അവൻ മാലിന്യമല്ലാത്ത അവൻ്റെ സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഭൗതിക ശരീരത്തിൽ വെളിപ്പെടുത്തുന്നതിന് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന ജഡത്തെ പൂർണ്ണമായി കൊല്ലുക, മരിപ്പിക്കുക എന്ന പ്രോസസ്സിംഗ് എല്ലാ ദിവസവും നമ്മളിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മരണവും ദൈവത്തിന് വിലയേറിയതായിത്തീരും. പലപ്പോഴും മരണമെന്ന അവസാന വാക്കിനെയാണ് നമ്മൾ കാണുന്നത്. ഭൂമിയിൽ മരിച്ചു, ഇനി നമ്മൾ നേരെ സ്വർഗത്തിൽ പോവുക. വാസ്തവത്തിൽ ആ ആശയത്തിന് പ്രസക്തിയുണ്ട് ഇല്ലെന്നല്ല. എന്നിരുന്നാലും ദൈവം പ്രസാദിക്കുന്ന ഭൂമിയിലെ നമ്മുടെ മരണം വാസ്തവത്തിൽ നമ്മുടെ അവയവങ്ങളെ, ഭൂമിയിലെ അവയവങ്ങളെ മരിപ്പിക്കുക എന്ന പ്രോസസ്സിംഗ് ആണ്. ഇത് നടന്നാൽ ഓരോ ദിവസവും സമർത്ഥമായ ജീവനിലേക്ക് നിങ്ങൾ വാഴുവാൻ തുടങ്ങും. ഇത് നടന്നാൽ ദൈവത്തിൻ്റെ അപാര നിറവുകൾ നിങ്ങളിൽ പകരും. മരണത്തിൻ്റെ ദൂത് കേട്ട ആരെങ്കിലും ഉണ്ടോ? മരിപ്പിക്കുമെന്ന് പിശാച് പറഞ്ഞിട്ടുണ്ടോ? ഈ വചനം പറഞ്ഞ് നിങ്ങൾ അതിനെ ആത്മാവിൽ ജയിക്കണം. മരണത്തിൽ നിന്ന് ഞാൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ് എന്ന വചനം ഇനി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത് വാസ്തവത്തിൽ ഭൂമിയിലെ മരണം എന്ന വെളിപ്പാടല്ല, ശരീരം സംബന്ധിച്ചുണ്ടാകേണ്ടുന്ന മരണം എന്ന വെളിപ്പാടാണ്. ഈ ആശയത്തിൽ തുടരാൻ ഈ ദർശനം നിങ്ങളിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിലും മൺകൂടാരത്തിലും വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രത്യാശിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ വചനം കേട്ട ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വിലയേറിയതായി ഒരു ഭക്തന്റെ മരണം മാറുന്നത് ഭൂമിയിൽ നിന്നുള്ള അവൻ്റെ മടങ്ങിപ്പോക്കല്ല, അവൻ്റെ ശരീരത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന പാപത്തെ മരിപ്പിക്കുക എന്ന പ്രോസസ്സിംഗ് ആണ് എങ്കിൽ നിശ്ചയമായും പാപത്തെ മരിപ്പിച്ച് അങ്ങേക്ക് വിലയേറിയ മരണത്തിൽ ജീവിക്കാൻ അവൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ അതിനുവേണ്ടി ഒരുക്കണം. പ്രാർത്ഥനയോടെ ഈ ജനത്തെ ആശീർവദിക്കുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിൽ തുടരുക. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങളും പ്രവചന ദൂതുകളും നിങ്ങൾക്കായി വീണ്ടും ഒരുങ്ങുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.